ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾക്ക് യോഗാസനത്തിലെ ശ്വസനാസനം ഡെമോൺസ്ട്രേഷനിലൂടെ ഇന്ന് വ്യക്തമാക്കാം. നമ്മൾ ശ്വസനാസനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമായ യോഗാസനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമായ ശ്വസനാസനമാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ശ്വസനാസനത്തിലേക്ക് തയ്യാറായി വരുന്നത് നമ്മൾ സുഖാസനത്തിലിരുന്നു കൊണ്ടാണ്. ചമ്രം മടഞ്ഞ വലതുകാൽ ഇടതുകാലിന് അടിയിലും വലതുകാലിൻ്റെ തൈ മസിലിന് അടിയിലുമായി ആംഗിൾ വെച്ച് നമ്മളെ കാൽമുട്ടിലേക്ക് നമ്മളുടെ കൈകൾ രണ്ടും ഇങ്ങനെ ഈ പൊസിഷനിൽ വെച്ച് നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിവർന്നിരിക്കുക. ഈ ഇരിപ്പിലിരുന്നു കൊണ്ട് നമ്മളെ ഒരു 5-6 പ്രാവശ്യം ശ്വാസത്തെ ഉള്ളിലേക്കും പുറത്തേക്കും വിടുക. ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കണം. നമ്മളുടെ മുഖം നേരെ മുന്നിലേക്കായിരിക്കണം. കണ്ണുകൾ നേരെ മുന്നിലേക്ക് നോക്കി മൂക്കിലൂടെ ശ്വാസത്തെ നേരെ ഉള്ളിലേക്കും പുറത്തേക്കും ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. വായിലൂടെ ഒരിക്കലും ശ്വാസം നമ്മളെ വലിക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് സുഖാസനം. ഈ യോഗാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഏതൊരുവിധ യോഗയും ആദ്യമേ ചെയ്യുന്നത്. സുഖാസനത്തിൽ ഇരിക്കുകയും നമ്മുടെ ശവാസനത്തിൽ ഏതൊരു യോഗയും ചെയ്തതിന് ശേഷം ശവാസനത്തിൽ വിശ്രമിക്കുകയും വേണം. നമ്മൾ ഈ സുഖാസനത്തിൽ ഇരുന്നതിന് ശേഷം യോഗയുടെ ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതിന് നമ്മളുടെ തള്ളവിരൽ ചൂണ്ടുവിരലിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കി 3 വിരലുകൾ നേരെ മുകളിലേക്ക് ഫേസ് ചെയ്ത് കൈയുടെ പാം ഫേസ് അപ്വേർഡായി പിടിക്കുക. കൈകൾ രണ്ടും വലത് കാലിൻ്റെ മുട്ടിലും ഇടത് കാലിൻ്റെ മുട്ടിലുമായി കൈകൾ ഇങ്ങനെ നേരെ മുന്നിലേക്ക് ക്രോസ് ചെയ്ത് വെക്കുക. ഈ ഇരിപ്പിലിരുന്നു കൊണ്ട് ശ്വാസത്തെ നമ്മൾ ഉള്ളിലേക്കും പുറത്തേക്കും വിടുക. കണ്ണുകൾ അടച്ച് നമ്മളെ ധ്യാനനിദ്രയായിരിക്കണം. നമ്മൾ ധ്യാനത്തിലിരിക്കുന്നത് നമ്മളുടെ മനസ്സിന് ഏകാഗ്രത കിട്ടുന്നതിനും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ്. ശരീരത്തെ നമ്മൾ അതിൻ്റെതായ നേർരേഖയിലേക്ക് കൊണ്ടുവരികയും കണ്ണുകൾ അടച്ച് ശ്വാസത്തെ ഉള്ളിലേക്ക് താളാത്മകമായ രീതിയിൽ വലിക്കുകയും അതേപോലെ തന്നെ കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസത്തെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് താളാത്മകമായ രീതിയിൽ വിടുകയും ചെയ്ത് നമ്മളുടെ ശരീരത്തിന് സൗഖ്യം കിട്ടുന്നത് വരെ, നല്ലൊരു ഏകാഗ്രത നമുക്ക് ലഭിക്കുന്നത് വരെ നമ്മൾ ഈ അവസ്ഥയിൽ ഇരുന്നതിന് ശേഷം മാത്രമേ യോഗാസനത്തിലെ ശ്വസനാസനത്തിലേക്ക് നമ്മൾ കടക്കാറുള്ളൂ. നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിന് ഏകാഗ്രത ലഭിച്ചാലുടൻ തന്നെ നമ്മൾക്ക് നമ്മളുടെ യോഗ ആരംഭിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിന് യാതൊരു ചലനങ്ങളും ഉണ്ടാകരുത്. ഷോൾഡർ ഉയരുകയോ താഴുകയോ ചെയ്യരുത്. ശ്വാസം എടുക്കുന്നത് എപ്പോഴും മൂക്കിലൂടെ മാത്രമായിരിക്കണം. വായിലൂടെ ഒരിക്കലും ശ്വാസം എടുക്കുകയോ കളയുകയോ ചെയ്യരുത്. യോഗാസനത്തിൽ നമ്മൾ കൈകൾ തള്ളവിരൽ മുകളിലേക്ക് നീട്ടിപ്പിടിച്ചും ചൂണ്ടുവിരലും മിഡ്വിരലും താഴോട്ട് ഫേസ് ചെയ്ത് മടക്കി പിടിച്ചും മോതിരവിരലും ചെറുവിരലും ചേർത്ത് പിടിച്ചും ഈ പൊസിഷനിൽ നമ്മൾ കൈകൾ പിടിക്കുക. നമ്മൾ ഏതൊരു യോഗയും ആദ്യം ചെയ്യുന്ന വലത് സൈഡിലൂടെയാണ്. അപ്പം നമ്മൾക്ക് യോഗാസനത്തിലെ ശ്വസനാസനം വലത് സൈഡിലെ നാസികയിലൂടെ ചെയ്യണം. അതിന് വലത് കൈയിലെ തള്ളവിരൽ നമ്മുടെ വലത് മൂക്കിൻ്റെ സുഷിരത്തെ അടച്ചു പിടിച്ചുകൊണ്ട് ശ്വാസത്തെ മന്ദഗതിയിൽ മുകളിലേക്ക് വലിച്ച് അതിൻ്റെ മൂർദ്ധക്യത്തിൽ കൊണ്ടുവന്ന് 2-3 സെക്കൻഡ് 4 സെക്കൻഡ് അവിടെ നിർത്തി ഈ സമയം നമ്മളുടെ മോതിരവിരലും ചെറുവിരലും മൂക്കിൻ്റെ മുകളിലൂടെ കറക്കി കൊണ്ടുവന്ന് ഇടത് സൈഡിലെ മൂക്കിൻ്റെ സുഷിരത്തെ അടയ്ക്കുകയും വലത് കൈയിലെ തള്ളവിരൽ വലത് സൈഡിലെ മൂക്കിൽ നിന്നും മാറ്റി ശ്വാസത്തെ വലത് സൈഡിലൂടെ മെല്ലെ പുറത്തേക്ക് തള്ളിക്കളയുകയും ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പൂർണ്ണമായും പുറത്തേക്ക് തള്ളിക്കളയുക. ഇനി ഇടത് സൈഡിൽ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ്. ഇടത് സൈഡിൽ തള്ളവിരൽ മേലോട്ട് പിടിച്ചും ചൂണ്ടുവിരലും മിഡ്വിരലും മടക്കി താഴോട്ടാക്കിയും മോതിരവിരലും ചെറുവിരലും ചേർത്ത് പിടിച്ചും കൈയുടെ പൊസിഷൻ ഈ ലെവലിലെടുത്തതിന് ശേഷം ഇടത് സൈഡിലെ മൂക്കിൻ്റെ സുഷിരത്തിലേക്ക് ഇടത് സൈഡിലെ തള്ളവിരലിനെ ചേർത്ത് വെച്ചും വലത് സൈഡിലെ മൂക്കിലൂടെ ശ്വാസത്തെ മെല്ലെ വലിച്ച് അതിൻ്റെ മൂർദ്ധക്യത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട്
ഇടത് കൈയിലെ മോതിരവിരലും ചെറുവിരലും മൂക്കിൻ്റെ മുകളിലൂടെ കറക്കിയെടുത്ത് വലത് സൈഡിലെ മൂക്കിൻ്റെ സുഷിരത്തെ അടച്ച് ഇടത് സൈഡിലെ മൂക്കിൻ്റെ സുഷിരത്തിൽ നിന്നും ഇടത് കൈയുടെ തള്ളവിരലിനെ മാറ്റി ഇടത് സൈഡിലെ മൂക്കിൻ്റെ സുഷിരത്തിലൂടെ ശ്വാസത്തെ മെല്ലെ 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 വലിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പൂർണ്ണമായും പുറത്തേക്ക് തള്ളുന്നു. ഈ പ്രക്രിയ നമ്മൾ ഒരു 5-6 ആവർത്തി ശ്വാസത്തെ താളാത്മകമായ രീതിയിൽ ഉള്ളിലേക്കും പുറത്തേക്കും വിട്ടുകൊണ്ട് ചെയ്യുക. വളരെ സന്തോഷപ്രദമായ ഒരു സൗഖ്യം നമുക്ക് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് വരെ നമുക്ക് ഈ യോഗ താളാത്മകരമായ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. ശ്വാസോച്ഛ്വാസം ഈ യോഗ ശ്വസനാസനം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ചലനങ്ങളോ മനസ്സ് മറ്റേതെങ്കിലും ഒരു സൈഡിലേക്ക് ചലിക്കുകയോ ചെയ്യാൻ പാടില്ല. ശ്വാസോച്ഛ്വാസത്തിന് ഒരു ചെറിയ വ്യത്യാസം വന്നാൽ നമ്മൾക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ ശ്വാസോച്ഛ്വാസം എപ്പോഴും വളരെ കൃത്യതയോടുകൂടി സമയം കറക്റ്റാക്കിക്കൊണ്ട് വളരെ മന്ദഗതിയിൽ ശ്വാസത്തെ ഉള്ളിലേക്ക് വലിക്കുകയും അതിനെ തളാത്മകമായ രീതിയിൽ തന്നെ പുറത്തേക്ക് തള്ളി കാർബൺ ഡൈ ഓക്സൈഡിനെ പൂർണ്ണമായും പുറത്തേക്ക് നമ്മൾ തള്ളിക്കളയുകയും ചെയ്യണം. ശ്വാസം എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരത്തിന് ചലനങ്ങൾ ഉണ്ടായാൽ ഈ ശ്വാസകോശം നമുക്ക് ദോഷം സംഭവിക്കുന്നത് ഗ്യാസ് എവിടെയെങ്കിലും ശരീരത്തിലേക്ക് കയറി പോവുകയും നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് യോഗ ചെയ്യുമ്പോൾ ശ്വസനാസനം കറക്റ്റായിട്ട് ചെയ്യാവുന്ന ശ്വാസം വളരെ ശ്രദ്ധയോടുകൂടി വേണം മാത്രമേ നമ്മൾ യോഗാസനം ചെയ്യാവൂ. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ പല പ്രാവശ്യങ്ങൾ അരമണിക്കൂറോളം യോഗാസനം ചെയ്യാം. 1 മണിക്കൂറിൽ കൂടുതൽ യോഗാസനം ചെയ്യാൻ പാടില്ല. അത്രയും മതിയാവും. ഒരു 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ധാരാളം രക്തഓട്ടം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഹൃദയത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിന് ഓക്സിജൻ്റെ ഒരു അളവ് പൂർണ്ണമായും അതിനെ പിന്താങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജനെ സ്വീകരിച്ച് സേവ് ചെയ്യാനും അതിനെ പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് രൂപത്തിൽ പുറത്ത് തള്ളിക്കളയുവാനും നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് യാതൊരു തടസ്സമില്ലാത്ത രീതിയിൽ ശ്വസനാസനം നമ്മളുടെ ശ്വാസകോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 30 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആയാസകരമായിട്ട് തന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസം വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ നയിക്കുവാൻ സാധിക്കുന്നു. ചുമയോ ശ്വാസമുട്ടലോ കഫക്കെട്ടോ തലവേദന അങ്ങനെയുള്ള യാതൊരുവിധ അസുഖങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജലദോഷമോ ചുമയോ കഫക്കെട്ടോ തലവേദനയോ അങ്ങനെ അസ്വസ്ഥതയായിട്ട് എന്തെങ്കിലും ഒരു അസുഖം നമ്മുടെ ബോഡിക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ യോഗ ചെയ്യരുത്. അത് മാറിയതിന് ശേഷം മാത്രം ഈ യോഗ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് പല പ്രാവശ്യം കണ്ടതിന് ശേഷം മാത്രമേ ഈ യോഗ ചെയ്യാവൂ. അപ്പം എല്ലാവിധ കോർഡിനേഷനുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു യോഗയുടെ ഭാഗം എന്ന നിലയാണ് ഈ ശ്വസനാസനം ഞാൻ കാണിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്ക് വേണ്ട എക്സസൈസുകൾ, യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യോഗയുടെ പല പല ഘട്ടങ്ങൾ, ഭക്ഷണക്രമങ്ങൾ, നമ്മളുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാം വളരെ കോർഡിനീകരിച്ചുകൊണ്ട് ധാരാളം യോഗകളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഭക്ഷണ രീതികളും ഏവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ, വലിയ എക്സസൈസ് അങ്ങനെയുള്ള എല്ലാം നിങ്ങളുടെ ഈ വീഡിയോയിലേക്ക് ഞാൻ ഈ പാർക്കുട്ടി മീഡിയയിലേക്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ പാർക്കുട്ടി മീഡിയ ഓപ്പൺ ചെയ്ത് എല്ലാവിധ സപ്പോർട്ടുകളും നൽകിക്കൊണ്ട് ഈ യോഗ നിങ്ങൾ ദിവസം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും യോഗാസനം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിനും തുടിപ്പിനും അത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങളെ ഏവരെയും സസ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടും ഞാൻ ചെയ്യുന്നത് അടുത്തൊരു യോഗയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹായ്.